പ്രതികളുടെയും മൊഴികൾ സൂര്യയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷകൻ റെജി ലൂക്കോസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. റെജി ലൂക്കോസ്, അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ടുള്ള ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടിലെ 129 പാരഗ്രാഫുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് സർക്കാർ ഈ റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷന് കൈമാറിയിരിക്കുന്നു എന്നാണ്. ജൂലൈ 18-ന് സർക്കാർ പറഞ്ഞത് 21 പാരഗ്രാഫുകൾ മാത്രമേ ഒഴിവാക്കൂ എന്നാണ്. 129 പാരഗ്രാഫുകൾ ഒഴിവാക്കിയാണ് സർക്കാർ ഇപ്പോൾ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് വ്യക്തമാകുന്നത്? അതായത് ഇപ്പോൾ സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറഞ്ഞാൽ 4.5 വർഷമായി ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ ഒരു അതായത് സർക്കാരിനെതിരെയുള്ള വിമർശനം അത് ശരിവെക്കുന്ന വിധത്തിലല്ലേ ഇപ്പോൾ ഈ ഒരു വാർത്തയെ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അല്ല, ഇവര് അങ്ങനെയല്ല കാണേണ്ടത്. സർക്കാരിന്റെ കയ്യിലല്ല ഈ റിപ്പോർട്ട് ഇരിക്കുന്നത്. അത് വിവരാവകാശ കമ്മീഷനോട് അടുത്താണ് ആ റിപ്പോർട്ട് ഇരിക്കുന്നത്. വിവരാവകാശ കമ്മീഷനോട് വ്യക്തികളെ ഹനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള പേജുകൾ മാധ്യമപ്രവർത്തകർക്ക് അല്ലെങ്കിൽ അത് റിലീസ് ചെയ്യാനായിട്ട് ഹൈക്കോടതിയാണ് ഉത്തരവ് കൊടുത്തത്. അതിനനുസരിച്ചാണ് ഈ റിപ്പോർട്ടിന്റെ കുറെ ഭാഗങ്ങൾ മാറ്റിവെച്ചിട്ട് മാധ്യമപ്രവർത്തകർക്ക് ഈ റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷൻ കൊടുത്തത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വാർത്ത ശരിയാണ്. അതിനകത്ത് കുറെ പേജുകൾ മാറ്റി വെച്ചുകൊണ്ടാണ് വീണ്ടും അവരത് റിലീസ് ചെയ്യുന്നുള്ളതാണ് ഇപ്പൊ പരാതി വന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിവരാവകാശ പ്രകാരം അത് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാനായിട്ട് ആ വിവരാവകാശ കമ്മീഷൻ ആരാണ്, ഏത് ഉദ്യോഗസ്ഥരാണോ അത് മാധ്യമങ്ങൾ കൈമാറിയത് അവരാണ് തെറ്റുകാരെന്ന് പറയുന്നത്. അതിനകത്ത് അവരെ സംബന്ധിച്ച് അതിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പരാതി കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് കരണീയമായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് അതിന് സർക്കാരിന് യാതൊരു കാരണവശാലും അത് മാറ്റി വെക്കുന്നതിൽ ഒരു പങ്കുമില്ല. കാരണം ഗവൺമെന്റിന്റെ കയ്യിലല്ല ഇത്, വിവരാവകാശ കമ്മീഷനാണ്. വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് സ്വതന്ത്ര ഏജൻസിയാണ്. ഇതേ വിവരാവകാശ കമ്മീഷൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് പുറത്തുവിടാൻ പാടില്ല എന്ന് പറയും. അതിനെതിരെയാണ് ഒരു സംവിധായകൻ അത് എങ്ങനെ സർക്കാരിന്റെ കയ്യിലല്ല എന്ന് താങ്കൾക്ക് പറയാൻ പറ്റും? അതായത് ഈ റിപ്പോർട്ട് കൈമാറിയത് ആരാണ്? വിവരാവകാശ കമ്മീഷന് ഈ റിപ്പോർട്ട് കൈമാറിയത് സാംസ്കാരിക വകുപ്പല്ലേ? അല്ല മാഡം, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. സാംസ്കാരിക വകുപ്പാണ് റിപ്പോർട്ട് തന്നെ ഈ വിവരാവകാശ കമ്മീഷണർക്ക് ഈ റിപ്പോർട്ട് കൈമാറിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ കസ്റ്റഡിയിൽ ആരാ? വിവരാവകാശ കമ്മീഷൻ. അപ്പൊ ഏതെങ്കിലും പേജ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി വിവരാവകാശ കമ്മീഷൻ തന്നെയാണ്. അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനാണ് പർട്ടിക്കുലർ ആയിട്ടുള്ള വിവരാവകാശ കമ്മീഷൻ ഞാൻ പറയുന്നില്ല. ഏത് ആളാണോ ഇത് കൈമാറിയത് അവരുടെ ഭാഗത്തുള്ള വീഴ്ചയായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് എന്നാണ് താങ്കൾ പറയുന്നത്? ഇതിന് വകുപ്പ് മന്ത്രിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, വകുപ്പ് മന്ത്രിയുടെ അറിവോടെയല്ല, ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള വീഴ്ചയാണെന്നാണ് താങ്കൾ പറയുന്നത്? 100%. അതിന് യാതൊരു സംശയമില്ലാക്കരുത്. അതിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് അതിന്റെ അപ്പർ ബോഡിക്കോ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. ഈ പറയുന്ന വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ആധികാരികമായിട്ട് ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല, വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു നടപടി ഉണ്ടാവും. സ്വാഭാവികമല്ലേ? കാരണം വിവരാവകാശ കമ്മീഷന്റെ അധികാരപരിധി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം. ആരെങ്കിലും അങ്ങനെ 1-2 പേജ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുള്ള വീഴ്ച. അതിന് ഗവൺമെന്റ് എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റുന്നത്? തന്നെയുമല്ല, ഓഗസ്റ്റ് 10-ാം തീയതി സീൽഡ് ചെയ്ത കവറിനകത്ത് ഈ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും അതിന്റെ CD-യും അതിന് പെൻഡ്രൈവ് സഹിതം കൊടുക്കാനായിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് അതിനകത്ത് ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല. താൽക്കാലികമായിട്ട് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് അതിനകത്ത് യാതൊരു ഭാഗത്തുനിന്ന് യാതൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല. ഈ ഗവൺമെന്റല്ലേ ഇങ്ങനൊരു കമ്മിറ്റിയെ നിയോഗിച്ചത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സിനിമയെക്കുറിച്ച് പഠിക്കാൻ, അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞത് ശരിയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നടിമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. പക്ഷേ കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞു, കമ്മിറ്റിയുടെ ശുപാർശകൾ വന്നു. കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് കമ്മിറ്റിയിലൂടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നടിമാർ വർഷങ്ങളായി അവർ നേരിടുന്ന ലൈംഗിക ചൂഷണം. പക്ഷേ ഇന്നലെ ഹൈക്കോടതിയിൽ ഈ ഒരു ഹർജി, പൊതുതാൽപര്യ ഹർജിയിന്മേൽ ഹൈക്കോടതി ആ ഒരു ഹർജി പരിശോധിച്ചപ്പോൾ ഹൈക്കോടതി തന്നെ ചോദിച്ചൊരു കാര്യമുണ്ട്. അതായത് ഈ കുറ്റാരോപിതർക്ക് മേൽ യാതൊരു നിയമ നടപടിയും ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ ഈ കമ്മിറ്റിയിലെ ഈ ഒരു പഠനം കൊണ്ട് എന്താണ് പ്രയോജനം? പിന്നെ ഹേമ കമ്മിറ്റി കൊണ്ട് എന്താണ് ഒരു പ്രയോജനം? അല്ല, തീർച്ചയായിട്ടും കോടതി രാജ്യത്തിനോട് വ്യക്തിപരമായിട്ട് എനിക്കും അനുകൂലമായ നിലപാടാണ്. കാരണം വെച്ചാൽ ഇപ്പൊ തന്നെ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. ബംഗാളിൽ ഒരു നടി ഒരു ചിത്രത്തിൽ അഭിനയിക്കാനായിട്ട് കേരളത്തിൽ വന്നപ്പോൾ ആ സംവിധായകൻ അവരെ രാത്രിയിൽ അവരുടെ റൂമിലേക്ക് കയറി ഉപദ്രവിക്കാൻ ശ്രമിച്ചതും മറ്റു പല രീതിയിൽ അവർ ഭയന്ന് അവരുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് മടങ്ങിപ്പോയവർ ഇപ്പൊ ഏതാനും സമയം മുമ്പാണ് ഏതോ ഒരു ചാനൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും നമ്മുടെ അടിത്തറയെ പോലെ ഇളക്കുന്നതാണ്. കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം ഒരു സിനിമാക്കാരുടെ കൂട്ടത്തിന്റെ പേരിൽ അപമാനിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കർശനമായ നടപടി സ്വീകരിക്കണം. ഗവൺമെന്റ് അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. അത് തന്നെയല്ല, ഒരു കമ്മിറ്റിയുടെ അഭിപ്രായം അനുസരിച്ച് നടപടി സ്വീകരിക്കുന്നതിന് ഒരുപാട് സാങ്കേതിക പ്രശ്നമുണ്ട്. ഹൈക്കോടതിയുടെ ഇടപെടലനുസരിച്ച് അത് മാറിക്കഴിഞ്ഞു.
ഇനിയിപ്പോൾ നടപടിയിലേക്ക് പോകുമ്പോൾ ഒരു തർക്കമല്ല കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയല്ലേ നമ്മൾ അംഗീകരിക്കേണ്ടത്. ഈ ഗവൺമെന്റിൽ ഇങ്ങനെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്മിറ്റിയെ ഫോം ചെയ്ത് അവരുടെ റിപ്പോർട്ട് കിട്ടി പുറത്തുവിടാത്തതിന്റെ കാരണം സർക്കാരിന്റെ അല്ല, ആ കമ്മിറ്റി തന്നെ പറഞ്ഞിരിക്കുന്നത് പുറത്തുവിടാൻ പാടില്ലെന്ന്. അന്നത് വിവരാവകാശ കമ്മീഷൻ സ്റ്റേയും ചെയ്തു. പിന്നെ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അത് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് സർക്കാരിനെ നമുക്ക് നിയമപരമായിട്ട് ഒരു കുറ്റവും പെടുത്താൻ പറ്റില്ല. ഞാൻ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് ന്യായീകരിക്കുന്നില്ല, ഇതാണ് എന്റെ ഫാക്ട്. പക്ഷേ ഇത്തരം കള്ളനാണയങ്ങൾ പുറത്തു വരട്ടെ, അവരുടെ പേരിലുള്ള നടപടി സ്വീകരിക്കട്ടെ. ഞെടുക്കുന്ന രീതിയിലുള്ള, അതായത് ഞാൻ പറഞ്ഞു വരുന്ന കേരളം എന്ന് പറയുന്ന ലോകത്തിന് മുമ്പ് നെഞ്ചു വിരിച്ച് വിദ്യാസമ്പന്നമായി സ്ത്രീ സുരക്ഷയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കേരളം പോലുള്ള സംസ്ഥാനത്തെ ഒരു ചെറിയ ശ്രീ റെജി ലൂക്കോസ്, ഞാൻ മറ്റൊരു കാര്യം പറയാം. അതായത് ഇപ്പോൾ സർക്കാർ പറയുന്നത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഒരു കോൺക്ലേവ് നടത്തുമെന്നാണ് സർക്കാർ പറയുന്നത്. അതായത് ഇപ്പോൾ ഈ WCCയിലെ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയത് ഇരകളെയും ആരോപണ വിധേയരെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് കോൺക്ലേവ് നടത്തുന്നത് അത് എങ്ങനെ നീതീകരിക്കാൻ സാധിക്കും? പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ഇത്തരത്തിലൊരു കോൺക്ലേവ് നടത്തുന്നത് അപഹാസ്യമാണെന്നാണ്. താങ്കൾ തന്നെ സമ്മതിക്കുകയുണ്ടായി. അതായത് ഗുരുതരമായ ആരോപണങ്ങളാണ് ആ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. കേരളത്തിന്റെ, താങ്കളുടെ വാക്ക് ഞാൻ കടമെടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ, കേരളത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും ഒക്കെ അപഹസിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളും ഉള്ളപ്പോൾ അതൊരു കോൺക്ലേവിലൂടെ പരിഹരിക്കുക എന്നുള്ളത് അത് VD സതീശൻ പറഞ്ഞ പോലെ തന്നെ അപഹാസ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ ശ്രീ റെജി ലൂക്കോസ്? അല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ പിന്നെ കക്ഷിയിൽപ്പെട്ട അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടുന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വേദികളിൽ പ്രത്യക്ഷപ്പെട്ടവരെ കുറിച്ചൊക്കെ ആരോപണം ഉള്ളതായിട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഈ സിനിമാക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയപരമായിട്ട് പറയണമെന്ന് മാത്രമല്ല, കോൺഗ്രസ് കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് ആരോപിതരായിട്ടുള്ളവരായ അണിനിരത്തി ഇരകളെയും കൂടെ ഉൾപ്പെടുത്തുന്നതല്ല. അതൊക്കെ ഇവർ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ ഒരു ഗവൺമെന്റ് ചെയ്യുന്നില്ല. ഈ ഗവൺമെന്റ് സ്ത്രീ സുരക്ഷയിൽ വലിയ രീതിയിലുള്ള പ്രതിബദ്ധതയുള്ളൂ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ല നടിക്കെതിരെയുള്ള ആക്രമണത്തിന്റെ പേരിൽ കേരളത്തിൽ പിന്നെ ഏറ്റവും സൂപ്പർ സ്റ്റേജിൽ തന്നെ നിലവാരത്തിൽ തന്നെ നിൽക്കുന്ന നടനെ ഏതാണ്ട് 3-3.5 മാസക്കാലം ജയിലിലിട്ട് സർക്കാരായത്. അതിനൊന്നും മടി കാണിച്ചിട്ടില്ല ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് അത്ര ഉദ്ദേശിച്ചൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് കേരള വിഷൻ പോലുള്ള മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇത്തരം ദുഷ്പ്രവർത്തകർക്കെതിരെ ഫൈറ്റ് ചെയ്യുക, ഇവരെ വെളിച്ചത്ത് കൊണ്ടുവരിക, ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുക. കേരളത്തിൽ ഇനി ഇത് ആവർത്തിക്കാൻ പറ്റില്ല. നമ്മുടെ സിനിമാ മേഖല എന്ന് പറയുന്നത് വളരെ പവിത്രമായിട്ടുള്ള, ലോകത്തിന് മുമ്പിൽ ഇതിന് അഭിമാനിക്കാവുന്ന സിനിമകൾ കാഴ്ചവെച്ചിട്ടുള്ള രാജ്യം ഒരു പാൻ ഇന്ത്യൻ സിനിമ രീതിയിലേക്ക് നമ്മുടെ സിനിമകൾ വളർന്നു വന്നു. പുതിയ തലമുറയിലെ കുട്ടികൾ, ചെറുപ്പക്കാർ, യുവതികളെല്ലാം വാസ്തവത്തിൽ സിനിമയിലേക്ക് ഇപ്പൊ വന്ന് തങ്ങളുടെ സർഗാനുഭവമായ പ്രതിഭകൾ പ്രകടിപ്പിക്കാനുള്ള റെജി ലൂക്കോസ്, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. കാരണം താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് നമ്മുടെ മലയാള സിനിമ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പുതിയ കുട്ടികൾ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നു. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വളരെ പേടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് അതിനകത്തുള്ളത്. ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഈ വെളിപ്പെടുത്തൽ കേൾക്കുന്ന ഒരു സാമാന്യ ജനത അവർക്ക് എങ്ങനെയാണ് സിനിമാ മേഖലയിലേക്ക്, പ്രത്യേകിച്ചും പെൺകുട്ടികൾ, നമ്മുടെ പെൺകുട്ടികൾ, അഭിനയത്തോട് താല്പര്യമുള്ള പെൺകുട്ടികൾ, എങ്ങനെ അവർക്ക് സമാധാനത്തോടെ നെഞ്ചു വിരിച്ചുകൊണ്ട് സിനിമാ മേഖലയിലേക്ക് കടക്കാൻ പറ്റും? തങ്ങൾക്ക് തൊഴിൽ ചെയ്യാനായിട്ടുള്ളൊരു സുരക്ഷിതമായിട്ടുള്ളൊരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അത് വ്യക്തമാവുകയാണെങ്കിൽ പിന്നെ എങ്ങനെ സിനിമാ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റും ശ്രീ റെജി ലൂക്കോസ്? വളരെ വലിയൊരു ചോദ്യമാണ്. ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ഈ ചർച്ചയിൽ നിങ്ങളോടൊപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് തന്നെ നമ്മുടെ മുമ്പിൽ വരേണ്ടതാണ്. നമ്മുടെ കുട്ടികൾ പണ്ടൊക്കെ ചില വരേണ്യവർഗത്തിന്റെ മാത്രം പിന്നെ അവകാശപ്പെട്ടതായിരുന്നു സിനിമയെന്ന് പറയുന്നത്. ഇന്ന് അങ്ങനെയില്ല. സൗന്ദര്യബോധം പോലും മാറ്റിമറിക്കപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് സിനിമ എന്ന് പറയുന്നത്. ആർക്കും സിനിമയിൽ അഭിനയിക്കാൻ, തങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ ഉദാഹരണങ്ങൾ നിരവധിയുണ്ട്. പണ്ടൊക്കെ അമൂൽ ബേബി സ്റ്റൈലിലുള്ളവരാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം മാറി ഇപ്പോൾ നമ്മുടെ കുട്ടികൾ, നമ്മുടെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഒരു വലിയ നിര തന്നെ അവരുടെ സിനിമാ മോഹത്തിന് വേണ്ടിയിട്ട് സിനിമയിലേക്ക് വരുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അവരെ പുറകോട്ടടിക്കും എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതിനെതിരെയാണ് നമ്മൾ നീങ്ങേണ്ടത്. ഇപ്പോഴത്തെ മാധ്യമങ്ങൾ, ഞാൻ ഒരു പരിവരെ മാധ്യമങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കാരണം ചില വാർത്തകളൊക്കെ എക്സാജറേറ്റ് ആണെങ്കിലും മാധ്യമങ്ങളുടെ കൃത്യമായ ഇടപെടലിൽ ഈ ഭയാനകമായ സിറ്റുവേഷനിൽ നിന്ന് കേരളത്തിലെ സിനിമയെ മോചിപ്പിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എനിക്ക് സിനിമയിലൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. വളരെ പ്രശസ്തമാരുടെ ജൂറി പിക്ചേഴ്സിന്റെ അമരത്ത് കുറെ കാലം പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് അന്നത്തെ സിനിമ ഇന്നത്തെ സിനിമ എന്നുള്ള മാറ്റം വളരെ നമുക്ക് അചിന്തനീയമായ ഒരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഒരു ബംഗാളി നടി കേരളത്തിൽ പ്രമുഖനായ ഒരു നടനോടൊപ്പം അഭിനയിക്കാൻ വന്ന് നടിക്കുക, ഒരു സംവിധാനത്തിനുണ്ടായ തിക്താനുഭവത്തിന്റെ പേരിൽ അവർ ഭയന്ന് നേരം എടുത്ത് പിറ്റേ ദിവസം രാവിലെ തന്നെ അവരുടെ കയ്യിലെ പൈസ മുടക്കി ഒരു മടങ്ങി വരും. ഇപ്പൊ വാർത്തകൾ വന്നിരിക്കുക. ഇതൊന്നും അനുവദിക്കാൻ പാടില്ല. കേരളത്തിലെ പൊതുസമൂഹം, മാധ്യമങ്ങൾ ഇതിന് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓസ്കാർ നോമിനേഷൻ പോലും കിട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള സിനിമകൾ പുറത്തു വരുന്ന ഒരു കൂട്ടം പിന്നെ സിനിമാ പ്രവർത്തകരുടെ അവരൊന്നൊക്കെ നിരപരാധികളാണ്. ഇത്തരം ഒരു ചെറിയ സംഘം, ഒരു മാഫിയ, ഇപ്പൊ 15 അംഗ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നല്ലേ പറയുന്നത്, അവരെ പോലുള്ള മാഫിയകളിൽ നിന്നും ഈ സിനിമയെ മോചിപ്പിക്കണം. സിനിമ ഒരു പൊതുസമൂഹത്തിന്റെ കലയാണ്. ഇത്രയ്ക്ക് സർഗാത്മകമായ പ്രതിഭകൾ ഒത്തുകൂടി
ടെക്നീഷ്യന്മാരും എല്ലാവരോടും ഒത്തുകൂടി നൂറുകണക്കിന് ആൾക്കാരുടെ പ്രയത്നം ഉണ്ടാകുന്നുണ്ട് സിനിമ. എനിക്കത് വളരെ വ്യക്തമായിട്ടാണ് ഞാൻ അതിനകത്ത് പ്രവർത്തിച്ചെന്നുള്ളതായിരിക്കും. അതിനെ ഈ രീതിയിലൊക്കെ വക്രീകരിച്ച് സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുന്ന ആ കള്ളക്കൂട്ടങ്ങളെ ഒരു കാരണവശാലും ഈ സിനിമയിൽ അടുപ്പിക്കരുത്. തന്നെയുമല്ല അത്തരക്കാരുടെ ലേബൽ വരുന്ന സിനിമകളിൽ നിന്ന് പ്രേക്ഷകർ പിൻവലിയണം. പ്രേക്ഷകരിലെ ഇവർക്ക് ഇവിടെ സിനിമ നിർമ്മിക്കാൻ പറ്റുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമ കാണാനായിട്ട് സിനിമയോടുള്ള സ്നേഹം കൊണ്ട് ഈ താരാരാധനയൊക്കെ മൂത്ത് നമ്മുടെ ജനങ്ങള് വെയിലത്തും മഴയത്തും ക്യൂ നിന്നും കൊടുക്കുന്ന കൊച്ചു കൊച്ചു പണമാണ് ഇവരുടെ പോക്കറ്റ് വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ്, താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 129 പാരഗ്രാഫുകൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഇടവേള.